വർഷം 2022 താങ്ക്സ് ഗിവിംഗ് ഡേയുടെ തലേദിവസം, അതായത് നവംബർ 23 ബുധനാഴ്ച, അമേരിക്കയിലെ പ്രശസ്തമായ ഗ്രേംസ് ഫാമിലി അവരുടെ താങ്ക്സ് ഗിവിംഗ് ഡേ സെലിബ്രേഷൻ എങ്ങനെ വേണമെന്ന് പ്ലാൻ ചെയ്യുന്നു. 18 അംഗങ്ങളടങ്ങിയ ആ കുടുംബത്തിന് എല്ലാ വർഷത്തെയും പോലെ ഒറ്റ ഡൈനിങ് ടേബിളിന് ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിച്ച് ആഘോഷിച്ച് പിരിയാൻ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. പകരം വേറൊരു ഐഡിയ രൂപപ്പെടുന്നു. ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ നിന്ന് കോസുമൽ എന്നു പേരുള്ള ഒരു മെക്സിക്കൻ ദ്വീപിലേക്ക് വിനോദസഞ്ചാരം നടത്തുന്ന ഒരു താങ്ക്സ് ഗിവിംഗ് ഫാമിലി ക്രൂയിസിൽ യാത്ര ചെയ്യാൻ തീരുമാനിക്കുന്നു. ഒരുപാട് സൗകര്യങ്ങളും വിനോദമാർഗങ്ങളും ഉള്ള ഒരു മോഡേൺ ഫാമിലി ബോട്ട് ആയിരുന്നു അത്. ഒരു വലിയ കുടുംബത്തിന് 5 ദിവസം പൂർണ്ണമായും ആഘോഷിക്കാൻ പറ്റുന്ന പരുവത്തിലുള്ള ക്രൂയിസ് ആണത്. ഒരുമിച്ച് ഭക്ഷണം, മദ്യപിക്കാം, ചെറിയ ഗെയിംസ് കളിച്ചിരിക്കാം, സംസാരിച്ചിരിക്കാം, ഉറങ്ങാം. അങ്ങനെ സാധാരണ ജീവിതത്തിൽ നിന്നും മുഴുവനായും ഡിസ്കണക്റ്റഡ് ആയി 5 തീർത്തും ഉല്ലാസഭരിതമായ നല്ല ദിവസങ്ങൾ ആഘോഷിക്കാം. പക്ഷേ ഈ യാത്ര എത്തിച്ചേർന്നത് വലിയൊരു അപകടത്തിലോട്ടാണ്. താങ്ക്സ് ഗിവിംഗ് ഡേയുടെ തലേ ദിവസം അവർ ക്രൂയിസിൽ കയറി യാത്ര ആരംഭിച്ചു. സമയം ഒട്ടും പാഴാക്കാതെ തന്നെ എല്ലാവരും അവരവരുടെ ഇഷ്ടകാര്യങ്ങളിൽ മുഴുകിത്തുടങ്ങി. ചിലർ പാചകം ചെയ്യുന്നു, ചിലർ ചീട്ട് കളിക്കുന്നു, ചിലർ ടേബിൾ ടെന്നീസ് കളിക്കുന്നു, മറ്റു ചിലർ ക്രൂയിസിന്റെ ഡെക്കിൽ നിന്ന് സെൽഫി എടുക്കലും കാഴ്ച കാണലുകളുമായി നടക്കുന്നു. മറ്റു ചിലരാവട്ടെ കുപ്പി പൊട്ടിച്ച് മദ്യപാനവും തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇവർ തന്നെ പലരും ഇടയ്ക്കിടയ്ക്ക് ഉച്ചത്തിൽ വെച്ചിട്ടുള്ള മ്യൂസിക്കിനനുസരിച്ച് ഡാൻസ് കളിക്കാനും കൂടുന്നുണ്ട്. ഇതങ്ങനെ മാറിയും മറിഞ്ഞും തുടർന്നുകൊണ്ടേയിരുന്നു. ആ ഈവനിങ്ങിൽ ഗ്രേംസ് ഫാമിലിയിലെ ഒരു മെമ്പറായ ജെയിംസ് എയർ ഗിറ്റാർ എന്നൊരു കളിയുമായി മുന്നോട്ട് വന്നു. അതിന്റെ സമ്മാനമാവട്ടെ ഇഷ്ടം പോലെ സൗജന്യമായി മദ്യം കുടിക്കാം എന്നതായിരുന്നു. അയാൾ ഒരാളെയും വെറുതെ വിട്ടില്ല, എല്ലാവരെയും മത്സരത്തിൽ പങ്കെടുപ്പിച്ചു. ഇയാൾ ഇത്തരം ഒരു മത്സരവുമായി മുന്നോട്ട് വരാൻ ഒരു കാരണമുണ്ട്. നന്നായി ഗിറ്റാർ പ്ലേ ചെയ്യാൻ കഴിവുള്ള ഒരാളായിരുന്നു അദ്ദേഹം. അതുവഴി ഫാമിലിയിലുള്ളവരെ മുഴുവനായി ഇംപ്രസ് ചെയ്യാമെന്നും അയാൾ കരുതി. എന്തായാലും മനോഹരമായി ഗിറ്റാർ പ്ലേ ചെയ്ത് അയാൾ തന്നെ സമ്മാനം അടിച്ചെടുത്തു. നേരത്തെ പ്രഖ്യാപിച്ച ഫ്രീ ഡ്രിങ്ക്സ് അയാൾ തന്നെ ആവോളം ആ വൈകുന്നേരം അകത്താക്കി. രാത്രി ഏകദേശം 11 മണിയോടെ അയാൾ ഡോർ തുറന്ന് ഡക്കിലോട്ട് പോകുന്ന കണ്ട സഹോദരി ചോദിച്ചു, "ഏയ്, നീ എങ്ങോട്ടാണ് പോകുന്നത്?" അയാൾ പറഞ്ഞു, "ബാത്റൂമിലോട്ടാണ് താൻ പോകുന്നതെന്ന്." പുറത്ത് ഡക്കിൽ ഒരു ബാത്റൂം ഉണ്ട്. അയാൾ അത് ലക്ഷ്യമാക്കി മുന്നോട്ട് പോയെങ്കിലും അപകടം പതിയിരുന്ന ആ ഡക്കിൽ നിന്നും അയാൾ കാൽ തെറ്റി നേരെ കടലിലോട്ട് വീഴുകയായിരുന്നു. സഹോദരൻ അത്ര തന്നെ മദ്യപിച്ച് പൂസല്ല എന്ന് ധാരണയുള്ള ആ സഹോദരിയാവട്ടെ ജെയിംസ് പുറത്തോട്ട് പോയത് കാര്യമായി എടുക്കാതെ പാർട്ടി സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. കടലിൽ മുങ്ങിത്താഴ്ന്ന ജെയിംസ് തിരിച്ച് വെള്ളത്തിന് മുകളിലോട്ട് എത്തുമ്പോഴേക്കും ബോട്ട് അയാളുടെ കണ്ണകലത്തിൽ നിന്നും മറഞ്ഞിരുന്നു. ഇരുട്ടും പേടിയും സമുദ്രവന്യതയും അയാളെ മത്സരിച്ച് പൊതിഞ്ഞു. ആ മണിക്കൂറുകളിൽ ഓരോ നിമിഷവും ഭയം അയാളെ കൂടുതൽ ആഴത്തിലോട്ട് തള്ളിയിട്ടു. അയാൾക്കറിയാം, തിരിച്ച് നീന്തി രക്ഷപ്പെടാൻ ഒരാത്ത വിധം ദൂരത്തിലാണ് താൻ ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ നിന്നും. അയാൾക്ക് ആകെ മുന്നിലുള്ള ഓപ്ഷൻസ് ഒന്നുകിൽ വെള്ളത്തിൽ മുങ്ങി മരിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബോട്ടിൽ വരുന്നവരുടെ കണ്ണിൽ പെടും വിധം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുക എന്നത് മാത്രമായിരുന്നു. മുങ്ങി മരിക്കുന്നതിലും നല്ലത് എങ്ങോട്ടേലും നീന്തുന്നതാണെന്ന് മനസ്സിലാക്കി അയാൾ പതുക്കെ ആ കൂരിരുട്ടിൽ കടലിൽ ഇഴഞ്ഞു നീന്തി തുടങ്ങി. കുറച്ചു ദൂരം മുന്നോട്ട് നീന്തിയെങ്കിലും ശക്തമായ അടിയൊഴുക്ക് അയാളെ ചില സ്ഥലങ്ങളിൽ താഴോട്ട് പിടിച്ചു വലിച്ചു. അയാൾ മണിക്കൂറുകളോളം കഠിനമായി ഇടതടവില്ലാതെ കൺസ്ട്രക്ഷൻ പണി ചെയ്യുന്ന ആൾ ആയതുകൊണ്ട് തന്നെ അയാളുടെ ശക്തമായ ശരീരബലം അയാൾക്ക് അവിടെ താങ്ങായെത്തി. മനസ്സ് ആവുന്നിടത്തോളം അയാൾ കാമാക്കി വെച്ചു. കാരണം അയാൾ മുൻപ് കേട്ടിട്ടുണ്ട്, കടലിൽ നിങ്ങൾ അകപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ആവാൻ നിങ്ങളുടെ പേടിയും ടെൻഷനുമാണെന്ന്. മണിക്കൂറുകളോളം അയാൾ അങ്ങനെ സർവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. 9 വയസ്സുള്ള അയാളുടെ മകളെ വേർപിരിയുന്ന കാര്യമോർത്ത് അയാൾ ഉച്ചത്തിൽ നിലവിളിച്ചും പാട്ടുപാടിക്കൊണ്ടും ഇരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അയാൾക്ക് കാലിൽ ശക്തമായ ഒരു വേദന അനുഭവപ്പെട്ടു. അയാൾ നോക്കുമ്പോൾ ബ്ലൂ ജെല്ലി ഫിഷ് അയാളെ പൊതിഞ്ഞിരിക്കുകയാണ്. അയാൾ കഷ്ടപ്പെട്ട് അവയിൽ നിന്നും നീന്തി അകന്നു മാറിക്കൊണ്ടേയിരുന്നു. അവസാനം അയാൾ അവയിൽ നിന്നും രക്ഷപ്പെട്ട് നീന്തി തുടങ്ങിയെങ്കിലും ശക്തമായ ശരീരവേദന അയാൾക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. നീന്തി മുന്നോട്ട് നീങ്ങവേ അയാളുടെ കൈ മുറം പോലെ പരന്ന ഒരു വഴുക്കൻ പ്രതലത്തിൽ ഉരസിപ്പോയി. അയാൾക്ക് നേരത്തെ അറിയാമായിരുന്നു ഗൾഫ് ഓഫ് മെക്സിക്കോ ഇരപിടിയൻ സ്രാവുകളുടെ ഒരു കേന്ദ്രമാണെന്ന്. അയാളുടെ നെഞ്ചൊന്ന് പിടച്ചു. ആ നിമിഷത്തിൽ തന്നെ അയാൾ വെള്ളത്തിനടിയിലോട്ട് ഊളിയിട്ടു. അയാൾക്ക് മുകളിലൂടെ സമുദ്രപരപ്പിൽ ഒരു പരന്നളൻ സ്രാവ് നീന്തി നടക്കുന്നത് അയാൾ വെള്ളത്തിനടിയിൽ നിന്നും കണ്ടു. ഒട്ടും സമയം പാഴാക്കാതെ അയാൾ അതിവേഗം മുന്നോട്ട് നീങ്ങി. പിറ്റേ ദിവസം, അതായത് 2022 താങ്ക്സ് ഗിവിംഗ് ഡേയിലെ സൂര്യോദയം അയാളെ വരവേറ്റത് ശക്തമായ വിശപ്പും ദാഹവും കൊണ്ടായിരുന്നു. ചുറ്റും ആവോളം കടൽ വെള്ളം മാത്രമുണ്ടായിരുന്നു കുടിക്കാനും കഴിക്കാനും. അതേസമയം ക്രൂയിസിൽ ആ രാത്രി സഹോദരി ജെയിംസിനെ കാണാതെ ടെൻഷൻ അടിച്ച് അയാളെ തിരഞ്ഞു നടക്കുകയായിരുന്നു. മറ്റുള്ള പാർട്ടി ഏരിയയിലെല്ലാം അയാളെ തിരഞ്ഞ് അവൾ നടന്നു. പക്ഷേ രാത്രി വൈകിയിട്ടും അവർക്ക് ഉറങ്ങാനുള്ള ക്യാബിനിൽ ജെയിംസ് എത്താത്തത് അവളെ കൂടുതൽ ടെൻഷൻ അടിപ്പിച്ചു. ഒടുവിൽ ക്രൂയിസ് അധികൃതരെ അവൾ കാര്യം അറിയിച്ചു. അവർ പെട്ടെന്ന് തന്നെ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു.
അവർ വന്ന വഴിയിൽ സഞ്ചരിക്കുന്ന മറ്റു ബോട്ടുകൾക്കും അധികൃതർക്കും വിവരം കൈമാറി. അവസാനം താങ്ക്സ് ഗിവിംഗ് ഡേ ഈവനിങ് 8:25 ആ വഴിക്ക് സഞ്ചരിക്കുന്ന ഒരു ലിക്വിഡ് ഫ്യൂവൽ കാരിയർ ബോട്ട് ജെയിംസിനെ കടലിൽ സ്പോട്ട് ചെയ്തു. ആ സമയം അയാൾ പകൽ സമയത്തെ സൂര്യതാപമേറ്റും കടൽ വെള്ളത്തിന്റെ കൊടും തണുപ്പിലും വലഞ്ഞ് ആകെ അവശ നിലയിലായിരുന്നു. ജെയിംസ് ഫ്യൂവൽ ബോട്ടിന്റെ അടുത്തോട്ടും ശക്തമായ തിരമാലകൾ അയാളെ അകലത്തിലോട്ട് തള്ളിമാറ്റിക്കൊണ്ടിരുന്നു. അവശ നിലയിൽ നിന്നും അയാൾ പൂർണ്ണ അവശനായി മാറിക്കൊണ്ടിരുന്നു ഓരോ നിമിഷവും. അവസാനം ഫ്യൂൽ ബോട്ടിന്റെ ഡെക്കിൽ നിന്നും ഒരാൾ ഉറക്കെ മൈക്കിൽ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ കോസ്റ്റ് ഗാർഡിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. 15 മിനിറ്റിനകം അവർ ഹെലികോപ്റ്ററുമായി എത്തും. ദയവായി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ ശ്രമിക്കൂ എന്ന്. പറഞ്ഞ പോലെ 15 മിനിറ്റിനകത്ത് കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്ററുമായി എത്തി ഗോച്ച ഗോച്ച എന്ന് വിളിച്ചു പറയുന്നത് അയാൾ കേൾക്കുന്നുണ്ടായിരുന്നു. കുറച്ചു മിനിറ്റുകൾ കൂടി അങ്ങനെ തുടർന്നാൽ അയാൾ വെള്ളത്തിനടിയിലോട്ട് മുങ്ങിപ്പോകുമെന്ന അവസ്ഥയിലാണ് അയാൾ ഉണ്ടായിരുന്നത്. ഹെലികോപ്റ്ററിന്റെ സ്പോട്ട് ലൈറ്റ് മുഴുവനായും ഇപ്പോൾ ജെയിംസിന്റെ തലയ്ക്ക് മുകളിലാണ് സ്പോട്ട് ചെയ്തിരിക്കുന്നത്. അവർ അവരുടെ റെസ്ക്യൂ സ്ലിംഗ് താഴോട്ടെറിഞ്ഞ് ജെയിംസിനെ കോരിയെടുത്തു. ഉടൻ തന്നെ അയാളെ കോസ്റ്റ് ഗാർഡ് ഹോസ്പിറ്റലിലോട്ട് എത്തിച്ച് ഹൈപ്പോതെർമിയയ്ക്ക് ട്രീറ്റ് ചെയ്തു. ജെയിംസിന് എങ്ങനെയാണ് താൻ ഡക്കിൽ നിന്ന് താഴെ പോയതെന്നോ കടലിൽ വീണതെന്നോ യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ സ്രാവിനെ കണ്ടതും ബ്ലൂ ജെല്ലി ഫിഷിനെ കണ്ടതുമൊക്കെ അയാളുടെ ഹാലുസിനേഷൻ മാത്രമായിരിക്കാം. ഇനി ഒരിക്കലും താൻ മദ്യപിക്കില്ലെന്നും അയാൾ ഇതോടുകൂടെ തന്നെ തീരുമാനിച്ചു. സത്യത്തിൽ ക്രൂസ് ഷിപ്പിൽ കയറുമ്പോൾ തന്നെ അവർ എല്ലാവർക്കും വാണിംഗ് കൊടുത്തിരുന്നു, ഡക്ക് റെയിൽസിന്റെ 15 മീറ്റർ ചുറ്റളവിലോട്ട് ആരും പോകരുതെന്ന്. പക്ഷേ മദ്യപിച്ച് സ്വബോധം നഷ്ടപ്പെട്ട ജെയിംസിന് അതൊന്നും അപ്പോൾ ഓർമ്മയിൽ ഉണ്ടായിരുന്നില്ല. എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് ജെയിംസ് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം.